ട്രിവാൻഡ്രം സൂവിലോട്ടാണ് ഇന്ന് നമ്മൾ പോയി നിൽക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടത് മങ്കീസിനാണ് കേട്ടോ. മങ്കീസിൻ്റെ പേരെന്തൊന്നും എനിക്കറിയത്തില്ല, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വായി നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നു. വേറെ 2-3 ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. ചില വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. 1-2 മരത്തിൻ്റെ മുകളിലൊക്കെ ഇറങ്ങുന്നു. പിന്നെ ഒരു ചാവറായ ഒരു അമ്മമ്മ കുരങ്ങനാണ്, അപ്പൂപ്പൻ കുരങ്ങനാണ് എന്തോ പോകണം. പിന്നെ കണ്ടതെന്ന് പറഞ്ഞാൽ ചീങ്കണ്ണി ഉണ്ടാ അവിടെ വെയിലും കാഞ്ഞുകൊണ്ട് കിടക്കുന്നു. പിന്നെ ഈ പരുന്തിൻ്റെ വലിയൊരു സ്പീഷീസൊക്കെയാണ്. അതൊക്കെ അപ്പുറം ഉണ്ട്. പക്ഷെ കുറച്ച് നമുക്ക് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുഞ്ഞുണ്ടായിട്ട് ചിലതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പുറത്തെ സൈഡിൽ പോയിട്ടാണ് നമ്മൾ പിന്നെ കണ്ടത്. പിന്നെ അത് ആ പരുന്തൊക്കെ വലിയ രസമുണ്ട് കേട്ടോ. പരുന്ത് എന്തോ സംഭവമാണ്. പിന്നെ വന്നത് ഈ കൊക്കിൻ്റെ ഈ കുളമാണ്. ഇതിൽ ഉണ്ടാകേണ്ട ഒരു കൊക്ക് എൻ്റെ മധ്യത്തിൽ നിന്ന് എന്തെന്നൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് നിറയെ സാധാരണ നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള കൊക്കാണ് അവിടെയൊക്കെ ഇരിക്കുന്നത്. പിന്നെ അല്ലാതെ ഇങ്ങനെയുള്ള വെറൈറ്റി കൊക്കുകളും ഉണ്ട് ആ ഒരു ഗ്രൗണ്ടിലായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടതാണ് ഈ കരടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കണ്ടത് വേറെ 2 കരടിയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചില വീഡിയോസൊന്നും ഞാൻ ഓർഡറിനല്ല എഡിറ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ചില ക്ലിപ്പൊക്കെ ഞാൻ വേഗം എടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറൊക്കെ. ഇപ്പോൾ കുഞ്ഞും കൂടെ ഉണ്ടായിട്ട് എല്ലാം കണ്ട് നടന്നൊക്കെ വരുമ്പോഴത്തേക്ക് 2-3 മണിക്കൂറൊക്കെ എടുക്കും. അപ്പോൾ അങ്ങനെ 12:30 കയറി ഞങ്ങൾ 2:45 കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്ന് ഇറങ്ങിയത്. പിന്നെ അതാണ്ട് ഈ കരടി ചാഞ്ഞിട്ട് നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ബൊമ്മക്കുട്ടീനെ പോലെയൊക്കെ ഇരിക്കുന്നു. പിന്നെ വന്നത് പക്ഷികളൊക്കെയാണ്. കുറേ തത്തയുടെ കുറേ സ്പീഷീസൊക്കെയാണ് കണ്ടത്. പിന്നെ അവസാനം സിംഹത്തിൻ്റെയൊക്കെ 2-3 വീഡിയോ, ഹിമാലയൻ സിംഹം കരടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ഷൂട്ട് ചെയ്യാനായിട്ട് മറന്നുപോയി. 2-3 സെക്ഷൻ അങ്ങോട്ടുണ്ടായിരുന്നു. അതുങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങുന്ന പറഞ്ഞാൽ അവരുറങ്ങുന്ന പറഞ്ഞാൽ എനിക്കും ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ നമ്മൾ വേറെ എന്തോ കാട്ടുകൂത്ത്, പിന്നെ ഈ കരടി കുറേ നേരം കൊണ്ട് അതിൻ്റെ മണ്ടയിൽ കയറാനായിട്ട് നോക്കുകയാണ്. അതിനാണെങ്കിൽ അതിൻ്റെ മണ്ടയിലോട്ട് കയറാനും പറ്റുന്നില്ല. അവസാനം അത് പിന്തിരിഞ്ഞ് താഴെ ഇറങ്ങി. എന്നിട്ട് വീണ്ടും കയറാൻ പോവുകയാണ് ഗൈസ്. ഒരുത്തൻ വലിയ കാര്യത്തിന് ആദ്യമേ ചാടി ഇറങ്ങി. അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കാണെങ്കിൽ നല്ല വിശന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ക്യാൻറ്റീൻ കഫേ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണാം. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഉണ്ടെങ്കിൽ പാവം കരടി കരയുന്നത് കണ്ട എന്തൊക്കെ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കണ്ട ദീസ് ആനിമൽസ് ആർ വെരി ഡേഞ്ചറസ് ആണ്. അപ്പോൾ സൂക്ഷിച്ച് വേണം അങ്ങോട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളാണ് സിംഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് വലിയ കാര്യത്തിന് വന്നതെങ്കിലും സിംഹം നല്ല ഉറക്കം വരുന്നു. ഞങ്ങളവിടെ കിടന്ന് ഒച്ച വയ്ക്കുക. അവിടെ ആൾക്കാർ കിടന്ന് ഒച്ച വെച്ചിട്ട് അയാൾ എണീറ്റൊന്നുമില്ല. അയാൾ ഭയങ്കര ഉറക്കം. കണ്ണ് തുറക്കില്ലയുടെ പട്ടി എന്ന് പറഞ്ഞിട്ടാണ് ആ സിംഹം അവിടെ കിടക്കുന്നത്. പിന്നെ വന്നതാണ് ഈ ഒരു എമു പക്ഷിനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പിന്നെ ഹിപ്പോപ്പൊട്ടാമസും ഈ സിംഹത്തിനെ പോലെ തന്നെ നോക്കിയൊന്നുമില്ല. അവിടെ തന്നെ വെള്ളത്തിൽ താഴ്ന്നു കിടന്നു. നീയൊക്കെ പോയലിനെ എണീക്കുക തെണ്ടികളെന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് അതിനും വലിയതായിട്ട് കാണാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിൽ പോയി നോക്കിയിട്ടും ഈ കിടക്കുന്നതേ കണ്ടോളൂ. അത് എണീറ്റില്ല. ഇടയ്ക്ക് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ട് വീണ്ടും താന്നു. പിന്നെ കണ്ടത് മാനിൻ്റെ കൂട്ടങ്ങളുമാണ് ഗൈസ്. ഇതെന്തോ കേഴമാനോ അങ്ങനെ എന്തൊരു മാനാണ് കണ്ട, കുറേ ഉണ്ട്. പിന്നെ നമ്മൾ വേറെ ഒരു മാനിനെ കണ്ടു. മാനിൻ്റെ തന്നെ 2-3 സ്പീഷീസ് അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ 1-2 വീഡിയോ എടുക്കാത്തതാണ് എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഇവിടെ വീഡിയോ എടുത്തെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ നിന്നൊക്കെയാണ് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ പാമ്പിൻ്റെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പിൻ്റെ അവിടെ അതിന് ഗ്ലാസ് ചില്ലിലിട്ട് വെച്ചേക്കുവാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫി അവിടെ പ്രൊഹിബിറ്റഡ് ആണ്, എടുക്കാൻ പറ്റത്തില്ല. അത് വേറൊരു സെക്ഷനിലാണ് വച്ചേക്കുന്നത്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഈ ടോട്ടൽ 3 hours എന്ന് പറഞ്ഞാൽ സിംഹം കടുവ അവിടെ വേറെ പെൺസിംഹം ഉണ്ടായിരുന്നു. ആ സിംഹത്തിന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ വീഡിയോ എടുത്തില്ല ഞാൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ എല്ലാം കിടന്ന് എൻ്റെ മോൾ കിടന്ന് ഓടൊക്കെ വരുന്നു. പിന്നെ അവളെ പിടിക്കാൻ പോകും. കണ്ടതുകൊണ്ട് ഒരു വെള്ള മാൻ കിടക്കുന്നുണ്ട്, ആട്ടിൻകുട്ടി പോലെ കിടക്കുന്നു. അതിനെ കുറേ നേരം അവിടെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ കുഞ്ഞോടുന്ന പറഞ്ഞാൽ അവളെ പിറകെ പോവും, വീഡിയോ എടുക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിന് ബിസ്ക്കറ്റ്, പ്ലാസ്റ്റിക്കൊന്നും അതിനകത്തോട്ട് അലൗഡല്ല. എന്നാലും ബിസ്ക്കറ്റൊക്കെ നമുക്കൊരു ടിന്നിനകത്തോ അതിനകത്തോ ബൗളിനകത്തോ വല്ലോ കൊണ്ടുപോകാം. അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു പേപ്പറുള്ള തരും ഈ ബിസ്ക്കറ്റ് കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊണ്ട് പോകാൻ. പിന്നെ കണ്ട ഇവിടെ നോക്കി തീർത്തിട്ട് തീരുന്നില്ല. പിന്നെ അതിനെ പട്ടിനെ വിളിക്കുന്ന പോലെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്നൊക്കെ ഓടി വന്ന്
പിന്നെ നമ്മൾ അടുത്ത എന്തോന്നാണ് കാണാൻ പോയത്, മാനിനെ കാണാൻ പോയി. മാനിനെ കണ്ട് അവിടെ ഇന്നത്തേക്ക് അവിടെ ഒരു അണ്ണാനെ കണ്ടു കേട്ടോ. അണ്ണാൻ അവിടെ നിന്ന് താഴെ വീണ്. അവിടെ നിറയെ അണ്ണാനുണ്ട്. നല്ല രസമാണ് കേട്ടോ എന്നെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വീഡിയോ ഉടനെ കാണിച്ചു തരാം. പിന്നെ ഇവിടെ വന്നാണ്ട് ഈ പക്ഷി ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ട്. ഇയാൾ ഭയങ്കര ഗൗരവത്തിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോഴന്നെ ഇവിടെ വീണ്ടും മാനിൻ്റെ അടുത്ത് പോകണുണ്ടോ. അവിടെ അങ്ങ് ദൂരെ നിൽപ്പുണ്ട് മാൻ. അങ്ങ് നിൽക്കുകയാണ്. അതിനെ വിളിക്കുകയാണ് ഒരാളിവിടെ. ആ മാനും വന്നില്ല, കീനും വന്നില്ല. അവിടെ നിന്നുകൊണ്ട് കണ്ണാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അണ്ണൻ കണ്ട ഇവിടെ എന്തോ കിടക്കുന്നത് തിന്നാൻ വേണ്ടി വന്നിട്ട് അണ്ണനങ്ങ് പോയി. വേറെ ഇടയ്ക്കും കുറേ അണ്ണന്മാരൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ അണ്ണൻ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിറയെ അണ്ണാൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൊണ്ടുപോകണം ഇതിന് എന്താണിത്, കാട്ടുപോത്ത് ഗൈസ്. കണ്ട കാട്ടുപോത്ത് ചറഞ്ഞ് നോക്കുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട്. പിന്നെ നമ്മൾ കണ്ടാണ്ട് ഇവിടെ ചറഞ്ഞ് നോക്കുന്ന കാട്ടുപോത്ത് ഇവിടെ ഉണ്ട്. അപ്പം കണ്ട അതിനെ വീഡിയോ എടുത്തിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് വെച്ചേക്കുന്നു ഗൈസ്. ഏകദേശം ഇത് രണ്ട് സെയിം പോലെ ഇരിക്കുന്നതാണ് പറയുന്നത്. എൻ്റെ മാനൊറ്റയ്ക്ക് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്തുവാണ് നീർനായനെ കണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വീഡിയോ എടുക്കുന്നില്ല. അത് അതിൻ്റെ ഉള്ളിലോട്ടാണ് ഇരുന്നത്, അതിനകത്തോട്ടാണ് ഇരുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, കാണാനായിട്ട് നല്ലോണം പറ്റിയില്ലായിരുന്നു നീർനായനെ. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് വീഡിയോ എടുത്തില്ല, അത് കണ്ടില്ല. തിരിച്ചു വരാൻ നേരെ വീഡിയോ എടുത്തു, പക്ഷേ അതിനെ കിട്ടിയില്ല. അപ്പോൾ ഇതിവിടെ കൊണ്ട് കൂട്ടം എന്തോന്നാണ് ഈ മാനുണ്ടായിരുന്നു. മാനിൻ്റെ ചാണകം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാണാൻ വന്നത് എന്താണെന്നറിയാമോ, കടുവയാണ് ഗൈസ്. കടുവയാണ്. ഇത് പുലിയാണ്. പുലിയാണ്, സോറി ഗൈസ്. പുലി എന്ന് പറയുമ്പോൾ ഈ പുള്ളികളുള്ളതിനാണ് പുലി എന്ന് പറഞ്ഞാൽ. കടുവ എന്ന് പറയുമ്പോൾ മറ്റുള്ള ലൈൻസ് ഉള്ളതിനില്ല കടുവ. എനിക്കതിനുണ്ട് എപ്പോഴും മാർക്കും. ഈ പുലിയാണെങ്കിൽ ഭയങ്കര കലിപ്പായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറേ നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കടുവിനെ കണ്ടു. ഈ പുലിയുടെ കൂടെ വേറൊരു പുലി ഒരു ഗുഹയ്ക്കകത്ത് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, പമ്മി. അതിൻ്റെ വീഡിയോ എടുത്താലും കിട്ടത്തില്ല, കാരണം ഗുഹയ്ക്കകത്തിരിക്കുന്നത് ഇരുട്ടായിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുത്താലും കിട്ടത്തില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അപ്പുറത്തെ സൈഡിലായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കടുവേനെ കാണാൻ പോയി. കടുവേനെ വലിയൊരു കൂട്ടിനകത്ത് കിടക്കുന്നുണ്ടാ. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി ഗൈസ്. പോകുന്നുണ്ടോ. അപ്പോൾ അയ്യപ്പൻ്റെ പുറത്തല്ല, അയ്യപ്പൻ ഏതിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, പുലിൻ്റെ ആണോ കടുവൻ്റെ ആണോ അതെനിക്കറിയാൻ വയ്യ. ഇതുകൊണ്ട് ഭയങ്കര വലുതാണ് ഗൈസ്. ഇതിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, എന്നാൽ ഇതിനെ ഇപ്പം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പേടിയായി. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ ഇത്ര ഓടി കളിച്ചിട്ട് നമുക്ക് മതിയാവുന്നില്ല. കുറേ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവിടെ എന്തൊക്കെയോ അതിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ കണ്ടത് നീലക്കാളയാണ് ഗൈസ്. നീലക്കാള അതിൻ്റെ പുറം ഒരു നീല പോലത്തെ കളറിലാണ് ഇരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് നീലക്കാളാണെന്ന്. പിന്നെ നമ്മൾ വേറൊരു മാനിൻ്റെ ഒരു കൂട്ടത്തിലോട്ടാണ് അങ്ങോട്ട് പോയത്. കണ്ട ശരിക്കും ഇത് മറ്റേ പുള്ളിയുള്ള മാനാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ വീണ്ടും തത്തേൻ്റെ ഇടയിലോട്ട് പോയി. അത് സംഭവം വീഡിയോൻ്റെ എഡിറ്റിൻ്റെ മിസ്റ്റേക്കാണെന്നാണ് തോന്നുന്നത്. ഈ മാനിൻ്റെ ഞാൻ നേരത്തെ അല്ലല്ല ഈ വീഡിയോൻ്റെ ഈ തത്തേൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് മാനുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ആ മാനിൻ്റെ വീഡിയോനെ ഇട്ടത്. ഇവിടെ തത്തേൻ്റെ തന്നെ ഒരുപാട് സ്പീഷീസ് കൊണ്ടിട്ട് അതാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു അവിടെ കിടന്ന്. ചെവിയൊക്കെ സമ്മതിച്ചില്ല അഞ്ചിന്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന ഒരു സാധനമുണ്ട്. അതാണെങ്കിൽ എന്തൊരു വിളിയാണ്, എന്തോ കോ എന്ന് പറഞ്ഞ് തൊല്ലാൻ തോന്നുന്നു. ഭയങ്കര വിളിയായിരുന്നു. ഈ സാധനം ഇത് ഭയങ്കര സാധനമാണ്. ഇങ്ങനെ നിൽക്കണമെന്ന് നോക്കണ്ട, ഭയങ്കര വിളിയാണ്. പിന്നെ അതിനെല്ലാം നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു കൂട്ടുണ്ട്. ഇത് അവിടെ നിന്നുകൊണ്ട് ഒരെണ്ണം ചറഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ തത്തയും മൈനയൊന്നുമില്ലായിരുന്നു, തത്തയും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടുണ്ട് ഒരു ആഷ് കളറാണ് കേട്ടോ. പക്ഷേ ഇതിനെ കാണാൻ വേണ്ടി ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതത്ര വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല. മിണ്ടാതിരുന്നു ചിലപ്പം ബഹളം ഉണ്ടാക്കി തളർന്നിട്ടിരിക്കുകയാണെന്നൊന്നും അറിയാൻ വയ്യ. പിന്നെ നമ്മളാണ്ട് ചില്ലിട്ട് ചെന്നത് മുള്ളം പന്നിയാണ് കേട്ടോ. മുള്ളം പന്നിയൊക്കെ കണ്ട്